ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചിക്കനൊക്കെ വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മസാല ഒന്നും വഴറ്റാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുത്താണ് കേട്ടോ ഇത് ഈ ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 250 ഗ്രാം ബോൺലെസ് ചിക്കന് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് വേവിച്ച് പിച്ചെടുത്ത ചിക്കനാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം ഒരു സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കാം. സവാള ഒന്നും കൂടി പോകണ്ട കേട്ടോ, ഒരു പകുതി ചേർത്താൽ മതി. പിന്നെ 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് മല്ലിയിലയാണ് കേട്ടോ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില്ലി ഫ്ലക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 4 ബ്രെഡ് ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തെടുത്താണ് കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു 1-2 ടേബിൾ സ്പൂണ് വെള്ളം മുകളിൽ ഒഴിച്ചൊന്ന് കുതിർത്തെടുത്താൽ മതി. അതിനുശേഷം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഉരുട്ടിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുത്ത് കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തടവിയതിന് ശേഷം ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. നന്നായിട്ട് എളുപ്പത്തിൽ കുഴച്ചെടുത്ത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഷേപ്പാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേപ്പാക്കി എടുക്കട്ടെ. ഞാനിപ്പോൾ ഒരു നീളത്തിലുള്ളൊരു രീതിയിലാണ് ഷേപ്പാക്കി. അപ്പോൾ മുഴുവൻ ഇവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കോഴിമുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കോഴിമുട്ട മതി കേട്ടോ, അതന്നെ ധാരാളമാണ്. പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഷേപ്പാക്കി വെച്ച ഓരോ സ്നാക്ക് ഉണ്ടല്ലോ, അത് ഈ മുട്ടയിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഓരോന്നും ഇതേപോലെ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനി ബാക്കിയുള്ളത് ഞാൻ ഈ രീതിയിലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് നല്ല ചൂടായ ഓയിലിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഓയിലൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2-3 ഒക്കെ ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ട് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ തീ കുറച്ച് വെക്കണ്ട, തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അപ്പോൾ തീ കുറച്ച് വെച്ച് ഫ്രൈ ആക്കി എടുക്കരുത്. എണ്ണ നല്ലോണം ചൂടായതിന് എടുത്ത് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും കേട്ടോ. ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് നാരങ്ങ നീരും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുക്കണം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്താണ് ചിക്കൻ വേവിച്ച് പിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കല്ലേ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം. പിന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇൻഷാ അള്ളാ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം.